ഹലോ ഗൈസ്, ഗുഡ് മോർണിംഗ് ടു യു ഓൾ. വൺസ് അപ്പോൾ ഹാപ്പി വിഷു ഗൈസ്. അപ്പോൾ ഇന്ന് വിഷു ആണ്. സോ നമ്മൾ മംഗലാർത്തവിടെ നാട്ടിൽ പോയിട്ടില്ല. ഞാൻ റൂമിൽ നിന്ന് നേരെ കുളിച്ച് മാറ്റി ഇറങ്ങി. പതിവില്ലാണ്ട് രാവിലെ എണിച്ചു, കുളിച്ചു, കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. നമ്മൾ നേരെ വണ്ടിയെടുത്ത് അടുത്ത് 2 അമ്പലമുണ്ട്, അങ്ങോട്ടേക്ക് പോകാൻ വിചാരിച്ചു. സാധാരണ അമ്പലത്തിൽ പോകുന്നതൊന്നുമില്ല, എന്തോ പോകാമെന്നൊക്കെ വിചാരിച്ചു. അപ്പോൾ റൂമിൽ ഒരുത്തിനും കൂടി വരാമെന്ന് പറഞ്ഞു. അപ്പോൾ ഒന്ന് ആവേശമായി. പിന്നെന്താ അമ്പലം ഏതാണെന്ന് വെച്ചാൽ ഇവിടെ മംഗളദേവിയും പിന്നെ കദ്രിയും, ഈ 2 അമ്പലമാണ് നമുക്ക് നിയർ ആയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് അങ്ങോട്ട് വന്നു. എന്ത് പറ്റി ഫ്ലോ കളിക്കുന്നതാണെന്നില്ലേ പക്ഷെ ഇവിടെ അപ്പോൾ അങ്ങോട്ടേക്ക് പോകാൻ വെച്ചു. സോ ഗൈസ് അവൻ വന്നിട്ടുണ്ട്. ഗൈസ് നേരെ വണ്ടി എടുത്തിട്ട് നേരെ അമ്പലത്തിലേക്ക് പോകാം. സോ ഗൈസ് ഹാപ്പി വിഷു ഗൈസ്. അപ്പോൾ നമുക്ക് നേരെ അങ്ങോട്ടേക്ക് പോകാം. അങ്ങനെ നമ്മൾ വണ്ടി എടുത്തു. നേരെ ഫസ്റ്റ് സ്റ്റെപ്പ് പെട്രോൾ അടിക്കാം. ഫസ്റ്റ് നമുക്ക് വണ്ടിക്ക് തിന്നാൻ കൊടുക്കാം, എന്നിട്ട് പോരെ, അല്ലെങ്കിൽ നമ്മൾ ബൈക്കാവും. അപ്പോൾ നേരെ പെട്രോൾ അടിച്ച് നമുക്ക് നേരെ അമ്പലത്തിലേക്ക് ആവും. ഒരു ജസ്റ്റ് 1-2 കിലോമീറ്ററേ ഉള്ളൂ ഫസ്റ്റ് പറഞ്ഞ അമ്പലത്തിലേക്ക്. സെക്കൻഡ് പറഞ്ഞ അമ്പലത്തിലേക്ക് ഒരു 5-6 കിലോമീറ്റർ ഉണ്ട്. സോ അങ്ങനെ നമ്മൾ അമ്പലത്തിൻ്റെ മുമ്പിലെത്തിയിട്ടുണ്ട്. ഇതാ ഞാൻ പറഞ്ഞ ഫസ്റ്റ് അമ്പലം, മംഗളദേവി എന്നൊരു മഹാസ്തോഭാര സ്ത്രീ മംഗളദേവി ടെമ്പിൾ. നമ്മളെ ഫസ്റ്റ് അമ്പലം ഇത്. നമുക്കപ്പോൾ ഉള്ളിൽ കയറി തൊഴുതിട്ട് ഇറങ്ങാം. അങ്ങനെ നമ്മൾ ഉള്ളിൽ കയറി തൊഴുതിറങ്ങി ചന്ദനൊക്കെ വെച്ചു. ഉള്ളിലേക്ക് ഫോൺ അലൗഡല്ല, അതുകൊണ്ട് ഉള്ളിലേക്ക് എടുക്കേണ്ടത്. ഇപ്പോൾ നമ്മളിതാ ക്ഷേത്രം വലം വെച്ചുകൊണ്ട് നിൽക്കുക. പ്രദക്ഷിണം മലമ അങ്ങനെയൊക്കെ പറയും. അപ്പോൾ നമ്മൾ അത് ചെയ്തുകൊണ്ട് നിൽക്കുക. സോ ഇനി ഇത് കഴിഞ്ഞ് നമുക്ക് കുറച്ച് സമയം ഇവിടെ ഇരുന്നിട്ട് മൈൻഡൊക്കെ റിലാക്സ് ചെയ്തിട്ട് വിഷുവിൻ്റെ ഒരു ഓളം നമുക്ക് സൃഷ്ടിക്കാം. അങ്ങനെയൊക്കെ പറയുന്നത് പ്രത്യേകിച്ചൊന്നുമില്ല. വിഷുവായി ചുമ്മാ രാവിലെ എണീച്ചു അമ്പലത്തിലേക്ക് വന്നു, അത്രയേ ഉള്ളൂ. പിന്നെ വിഷുപ്പൊടിയൊന്നും ഞാൻ എടുത്തില്ല. ഇത് പുതിയ ഡ്രസ്സ് ഞാൻ എടുത്തില്ല. ഇത് മാനവൻ്റെ ഷർട്ടാണ്, ഇത് എപ്പോഴോ എടുത്തൊരു പാൻറ്റാണ്. അപ്പോൾ അങ്ങനത്തെ ക്രേസി ഒന്നുമില്ല. സോ ചുമ്മാ രാവിലെ എണീച്ചു വരണം തോന്നി അങ്ങനെ വന്നു. ഓക്കെ, അപ്പോൾ നമുക്ക് അപ്പോൾ ഇതാണ് അമ്പലത്തിൽ നമ്മൾ കയറുന്ന ഉൾഭാഗം എന്ന് വെച്ചാൽ. ഇവിടെ നമ്മൾ ഉള്ളിലൂടെ കയറുന്നു, എൻട്രൻസിലെ കൂടി. ഇതാണ് നമ്മളെ ഉൾഭാഗം. അവിടെയാണ് നമ്മളെ പ്രതിഷ്ഠ ദേവി ഇരിക്കുന്നത്. അപ്പോൾ അങ്ങോട്ടേക്ക് ഫോൺ അലൗഡല്ല. അപ്പോൾ ഇതാണ് ഓൾ ഓവർ ഉൾഭാഗം. അപ്പോൾ നമ്മൾ പ്രദക്ഷിണമെല്ലാം വെച്ചു ഇറങ്ങി കയറുമ്പോൾ എടുക്കേണ്ടതായിരുന്നത്. അപ്പോൾ നമ്മൾ ഇറങ്ങുമ്പോൾ എടുക്കുന്നു, അത്രയേ ഉള്ളൂ. അങ്ങനെ അപ്പോൾ നമുക്ക് അടുത്ത നെക്സ്റ്റ് അമ്പലത്തിലേക്ക് പോകാം. അങ്ങനെ ഓടി നമ്മൾ നെക്സ്റ്റ് അമ്പലത്തിലേക്ക് എത്തിയിട്ടുണ്ട്. ഇവിടെയാണ് അമ്പലം. നമ്മളിതാ എൻട്രൻസ് വണ്ടി അവിടെ വെച്ചിട്ട് ഇങ്ങോട്ടേക്ക് നടക്കുവാണ്. അപ്പോൾ സോ ഗൈസ് ടെമ്പിൾ നമ്പർ 2 ഗൈസ്. നമുക്ക് എങ്ങനെയാണെന്നൊന്നും അറിയില്ല. നമ്മൾ ചുമ്മാ അറിയുന്ന 2-3 അറിയുന്ന അമ്പലത്തിൻ്റെ പേരടിച്ചു, ലൊക്കേഷനൊക്കെ വന്നു. ഫസ്റ്റ് പോയ അമ്പലത്തിന് അറിയാം, മീൻസ് നിയറസ്റ്റ് ആണ്, ഒരു കിലോമീറ്ററിൻ്റെ ഉള്ളിലുള്ളതുകൊണ്ട് ആ റോഡ് എപ്പോൾ അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ട് പോകുന്നുണ്ട്. ആ അമ്പലം അറിയാം. പക്ഷെ ഇതൊന്നും അറിയില്ല, ഞാൻ ഇതൊന്നും കണ്ടിട്ടും കൂടിയില്ല. ആരോ പറഞ്ഞത് കേട്ടിട്ട് മാപ്പ് ഇട്ട് വന്നതാണ്. സോ നമുക്ക് നെക്സ്റ്റ് അമ്പലത്തിലേക്ക് പോകാം. ഉള്ളിൽ ഫോൺ അലൗഡാണെന്നൊന്നും അറിയില്ല. സോ ഗൈസ് അങ്ങനെ ഞങ്ങൾ അൺനോണായിട്ടൊരു അമ്പലം, വലിയൊരു സെറ്റപ്പാണ് ഗൈസ്. ഷെൻചോ പൊന്നോ, ഈ സെറ്റപ്പ് ഇതാ പൂജയൊക്കെ നടക്കാൻ തോന്നുന്നു. നമുക്കെന്തായാലും ഉള്ളിൽ കയറി നോക്കാം. കുറേ ആൾക്കാരുണ്ട്, ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ട്. സോ നമുക്ക് ഉള്ളിൽ കയറി നോക്കാം. എന്നാലും തൊഴുതിട്ട് ഇറങ്ങുന്നത് ടൈമാണ്. ഞാൻ ചിലപ്പം നട ക്ലോസ് ചെയ്താൽ ഗൈസ്. അപ്പോൾ നമ്മൾ ഉള്ളിൽ കയറി ചുമ്മാ ഇറങ്ങി, എന്നാലും വലിയ ഇതൊന്നുമില്ല, ചുമ്മാ കയറി തൊഴുതു ഇറങ്ങി. നമ്മളങ്ങനെ വഴിപാടി വയ്ക്കുക, അങ്ങനത്തെ സെറ്റപ്പൊന്നുമില്ല ഗൈസ്. ഞാൻ കദ്രിയിലേക്ക് പോയിട്ടുണ്ട്, ഒരമ്പലം. ഇതല്ല നമ്മൾ എനിക്ക് അങ്ങോട്ടേക്ക് റൂട്ട് അറിയാത്തതുകൊണ്ട് ലൊക്കേഷൻ ഇട്ടിട്ടാണ് വന്നത്. പക്ഷെ ഞാൻ പോയിട്ട് ഇതല്ല. ഇവരോട് ഞാൻ പറഞ്ഞു ലൊക്കേഷൻ ചോദിച്ചതാണ് ഗൈസ്. സോ കുഴപ്പമില്ല, നമ്മൾ വന്നതായാലും അടിപൊളി സെറ്റപ്പാണ്, നല്ല അടിപൊളി അമ്പലം, കൊള്ളാം. പൊളി സാധനം. ഇതെന്തേ വർത്താനം പറയടാ, ഇങ്ങനെ ഇൻട്രോട്ടേ അടക്കല്ല. എന്തെങ്കിലും നമ്മൾ വ്ളോഗെല്ലാം ഇങ്ങനെ വർത്താനം പറയണം, എന്തെങ്കിലും പറയാ അങ്ങനല്ലടാ. ഇവനൊക്കെ കൊണ്ട് നമുക്ക് ഇവിടുന്ന് തൊഴുതിട്ടാണ് ഗൈസ്. അങ്ങനെ അമ്പലത്തിൻ്റെ ഉള്ളിൽ നിന്ന് വേറെ എവിടേക്കോ പോതാ, അങ്ങനെ പടി കയറി പോവാ. നമ്മളിതാ അതിൻ്റെ ഉള്ളിൽ നിന്ന് കയറി വന്നേ. സ്റ്റാമിന തീരെ ഇല്ലാത്തതുകൊണ്ട് ആ കയറുമ്പോൾ തന്നെ ഞാൻ നല്ലോണം കതച്ചു. പിന്നെ എന്ത് ഈ വർത്താനം കൂടി പറയുമ്പോൾ പൊട്ടേ നമുക്കിതാ കയറി കൈസ് ഇങ്ങനെ ഒരു ശിലേൻ്റെ മുമ്പിലേക്ക് എത്തുന്നത്. നമുക്ക് ഹനുമാൻ ഇത് പൊളിച്ചു സെറ്റൊക്കെ.
അങ്ങനെ അത് തൊഴുത് കഴിഞ്ഞപ്പോൾ വേറൊരു വഴി പിന്നെയും കിട്ടിയതാ. ഇങ്ങോട്ടേക്ക് ഇങ്ങനെ പോകുന്നൊരു വഴി, മുകളിലേക്ക് കയറി പോയി ഒരു അന്ധകാരത്തിലേക്കുള്ളൊരു അമ്മോ ദാ ഇവരോടെ പറഞ്ഞു പോയി പോവാൻ, തിരിച്ചു പോവാന്ന് വേടാ കള. ചില്ലറ ഒന്നല്ല കൈസ്, നമ്മൾ അമ്പലം എക്സ്പ്ലോർ ചെയ്യണം കൈസ്. അപ്പം എങ്ങനെ ഉണ്ട് നോക്കട്ടെ. ഫസ്റ്റ് ടൈം വരുന്നുണ്ട്, ഭയങ്കര ഒരു എക്സൈറ്റ്മെൻറ്റ് കാണുമ്പോൾ. സോ അത് എക്സ്പ്ലോർ ചെയ്യട്ടെ. എന്തായാലും അടിപൊളി സെറ്റപ്പ്. കൈസ് അങ്ങനെ ഓടിപ്പാഞ്ഞിട്ട് നമ്മൾ ഇവിടത്തേക്കാണ് ഒരു ആർച്ച് കാണുന്നുണ്ട്. എന്ത് ശ്രീ പരശുരാമ മഹത്വ. എവിടേക്കാണ് കഴിച്ചത്? എന്നാലും സംഭവം കൊള്ളാം. നല്ലൊരു അഡ്വഞ്ചർ സ്റ്റെപ്പൊക്കെ കയറി വന്ന് ഒരു ടേണിങ്ങും കഴിഞ്ഞ് നമ്മൾ ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. നല്ല ഫിസിക്കൽ ബോഡി ഫുള്ള് വീക്കാണ്, അതുകൊണ്ടാണ് ഇങ്ങനെ. നമ്മൾ ഇങ്ങനെ വന്ന് നടന്ന് കയറിയാൽ പൊളിച്ചില്ലേ ബ്രോ? എൻ്റെ മോനെ എങ്ങനെയുണ്ട് ബ്രോ? ചത്ത് കഴിഞ്ഞ് കൊള്ളാം സംഭവം. എന്തായാലും അടിപൊളി കൊള്ളാം. ഒന്ന് എക്സ്പ്ലോർ ചെയ്യട്ടെ, പറഞ്ഞ് പ്രാർത്ഥിക്കട്ടെ. എന്നെ കണ്ടിട്ട് അവളൊരു ചിരി, ഒന്ന് തിരിഞ്ഞു നോക്കിയേ. എൻ്റെ ഫോട്ടോ എടുക്കുക അല്ല, നിന്നെ കണ്ടിട്ടൊരു ചിരി ഉണ്ടെങ്കിൽ വീഡിയോ കിട്ടിയിട്ടുണ്ടാവും. സബ്സ്ക്രൈബർ ഉണ്ടാക്കിക്കണം. സബ്സ്ക്രൈബ് നമ്മൾ പോയി ഒന്ന് ചൂടിച്ചിട്ട് അങ്ങനെ ഇവിടെ നിന്നും കഴിഞ്ഞു ഇറങ്ങി നേരെ പുറത്തേക്ക് ഇറങ്ങട്ടെ. ഇത് എക്സ്പ്ലോർ ചെയ്ത് നിന്നാൽ കുറേ ഉണ്ടാവും. സോ ഞാൻ വീഡിയോ എടുക്കുന്നില്ല. അത്യാവശ്യം എവിടെയെങ്കിലും കണ്ട് കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ ഇത് അവസാനം ഇല്ലാന്ന് തോന്നുന്നു. ഓരോ വഴി കൂടി പോകുമ്പോൾ ഓരോന്ന് അവിടെ നിന്ന് വേറെ എവിടെയോ പോകേണ്ട ഒരു വഴിയും കണ്ട് അത് ഇനി പോകുന്നില്ല. ഇനി എന്തായാലും ഇവിടെ നിന്ന് ഇറങ്ങട്ടെ, നോക്കട്ടെ. ഇവിടെ നിന്ന് ഇറങ്ങിയിട്ട് ബാക്കി കാര്യങ്ങൾ എങ്ങനെയാണെന്ന് തീരുമാനിച്ചു. നമ്മൾ ഇങ്ങനെയാണ് കയറി വന്നത്. ഇതാണ് നമ്മൾ വന്ന അമ്പലത്തിൻ്റെ ഓവറോൾ വ്യൂ. മുകളിൽ ഹൈ വ്യൂ. നമ്മൾ അതിലേക്ക് കൂടിയാണ് കയറി വന്നത്. എന്നിട്ട് ഫുള്ള് കറങ്ങി മുകളിലേക്കും പോയി. അപ്പോൾ ഇവിടേക്കാണ് ഒരു ഓവറോൾ വ്യൂ കണ്ടപ്പോൾ നല്ല വൈവന്നെ എത്തി വന്ന സ്ഥലമായാലും അടിപൊളി. റിഗ്രറ്റ് ആയിരിക്കും അല്ലേ? സംഭവിക്കുന്നത് നല്ലതിന്. അപ്പോൾ എന്തായാലും അടിപൊളി. സോ ബൈ. നമ്മൾ പരിപാടി കഴിഞ്ഞു നേരെ റൂമിലേക്ക് എത്തി. ഇന്നെങ്ങനെയാണെന്നൊന്നും അറിയില്ല. വിഷുവായിട്ട് നമുക്ക് വലിയ പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ല. റൂമിലല്ലേ, നമുക്ക് പറ്റുന്ന നേരം അമ്പലത്തിൽ പോവാം. അത് നമ്മൾ ചെയ്തു. ഇനി നമുക്ക് എന്താ വരെ നോക്കാം. എന്തായാലും ഇന്ന് വിഷു അല്ലേ, നമുക്കിന്ന് ഓൾ ഡേ വ്ളോഗ് എടുക്കാം. സോ നെക്സ്റ്റ് നമുക്ക് വരുമ്പോൾ നോക്കാം. ബൈ ബൈ ബൈ. അങ്ങനെ അമ്പലത്തിലൊക്കെ പോയി നേരെ റൂമിലേക്ക് വന്നു. പ്രത്യേകിച്ച് ഞാൻ ഒന്നും ഉദ്ദേശിച്ചിട്ടില്ല വ്ളോഗിൽ. ചുമ്മാ പോവുക, വിഷുവല്ലേ, അമ്പലത്തിലേക്ക് പോവുക, ചുമ്മാ വന്ന് കണ്ട് ഇറങ്ങി വരിക. അപ്പോൾ വന്നു ചുമ്മാ ഒന്ന് കടന്നു, ഡ്രസ്സൊക്കെ മാറി. അപ്പോഴാണ് പറഞ്ഞത് ഔട്ട്ഡോർ എടുത്തില്ല. സോ ഗൈസ് നമുക്ക് അതും കൂടി എടുത്ത് ഈ വ്ളോഗ് ഇവിടെ എൻഡ് ചെയ്യാം. സോ ഗൈസ് ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കണും കൂടി അടിച്ച് പൊട്ടിക്കുക. സോ ഗൈസ് നമുക്ക് നെക്സ്റ്റ് വ്ളോഗിലേക്ക് കാണാം. സബ്സ്ക്രൈബ് ചെയ്താൽ എൻ്റെ അപ്ഡേറ്റ്സ് ഒക്കെ ഇങ്ങനെ കണ്ടുകൊടുക്കാം. സോ